ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ സഞ്ജയ് ഏട്ടാ. ഹായ്. കുറെ നേരമായോ വന്നിട്ട്? ഇല്ല. നിങ്ങളെന്താ കാണണമെന്ന് പറഞ്ഞ്? അല്ല, അത് ഞങ്ങൾ പറയുന്നത് ചേട്ടന് ഇഷ്ടാവോന്നറിയില്ല. അതെന്താ അങ്ങനെ ഒരു കാര്യം? ഞങ്ങളിപ്പോ സംസാരിക്കുന്നത് ധ്വനിമോൾക്ക് വേണ്ടിയാ. അവള് അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ആ കുഞ്ഞിന്റെ വിഷമം നിങ്ങൾ കാണാതെ പോകരുത്. ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കാകെ ഉള്ളത് എന്റെ മോള. അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നിട്ടും ഞാനത് ചെയ്യേണ്ടി വരുന്നു. കുഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുന്ന ചേട്ടന് കുഞ്ഞിനു വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടെ? പൂർണിമ ചേച്ചിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിച്ച് ജീവിച്ചൂടെ? അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി. ഇനി അതൊന്നും സാധിക്കില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കൽ ഞങ്ങളോട് ചേട്ടൻ പറഞ്ഞത് ചേട്ടനെ സ്വന്തം സഹോദരനായിട്ട് കാണാനാ. ആ സ്വാതന്ത്ര്യം കൊണ്ട് ചോദിക്കണമെന്ന് കരുതിയാ മതി. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഞങ്ങളോട് പറയുന്നതിന് കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞൂടെ? പ്രശ്നം ഞാൻ തന്നെയാണ്. എന്റെ ഈ സ്വഭാവം അതായിരുന്നു പ്രശ്നം. അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സ്വഭാവം ഇപ്പോഴത്തെ പോലെ മാറ്റാൻ അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ മാത്രമൊന്നുമില്ല. പൊട്ടിപ്പോയൊന്നും കൂട്ടിക്കെട്ടാൻ ആർക്കും സാധിക്കില്ല. അഥവാ കെട്ടിയാലും ആ കെട്ട് മുഴച്ചിരിക്കുക തന്നെ ചെയ്യും. എന്റെ മോളെക്കുറിച്ചോർത്ത് അവൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കാമെന്ന നിങ്ങളോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് സഹോദരങ്ങൾ തന്നെയാണ്. ആ സ്നേഹവാധികാരം കൊണ്ട് പറയാണ്. ഇനി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ട. അത് ചേട്ടാ. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. അല്ല ചേട്ടാ, പൂർണിമ ചേച്ചിയും സഞ്ജയേട്ടനും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മള് ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. എന്നിട്ടത് പരിഹരിച്ച് ധ്വനിക്ക് അവളുടെ അച്ഛനെയും അമ്മയും തിരിച്ചു കൊടുക്കും. അതെ, നമ്മളെപ്പോലെ അച്ഛനും അമ്മയും ഒന്നിച്ചില്ലാത്തൊരു ബാല്യമാവരുത് ധ്വനിമോളുടേത്. അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ തന്നെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടാവണം. നമുക്ക് നോക്കാം.